ഇന്ന് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ വിദേശകാര്യമന്ത്രി ഏതെന്ന് ചോദിച്ചാൽ അത് ഇറാന്റെ അബ്ബാസ് അരാഗ്ചി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു US അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടെന്നും അതിനാൽ അമേരിക്കയ്ക്ക് തിരിച്ചടിക്കേണ്ടി വന്നെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവനയെ ഒരൊറ്റ ചോദ്യം കൊണ്ടാണ് അദ്ദേഹം നേരിട്ടത്. ഇറാൻ നിങ്ങളുടെ രാജ്യത്തേക്ക് ഒരു യുദ്ധവിമാനം അയച്ചാൽ നിങ്ങൾ അതിനെ കൈയടിച്ച് സ്വീകരിക്കുമോ അതോ വെടിവെച്ചിടുമോ? ഇതായിരുന്നു ആ ചോദ്യം. ഒരേ പ്രവൃത്തി അത് ചെയ്യുന്നത് ആരാണെന്നതിനെ ആശ്രയിച്ച് വിലയിരുത്തുന്നതിനെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ചോദ്യം ചെയ്തത്. അമേരിക്ക മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിക്ക് സമീപത്തേക്ക് നീങ്ങുമ്പോൾ അതിനെ ദൗത്യം അല്ലെങ്കിൽ ദേശീയ സുരക്ഷ എന്നൊക്കെ വിളിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രാജ്യം അതിനോട് പ്രതികരിക്കുമ്പോൾ പെട്ടെന്ന് അത് ആക്രമണം ആയി മാറുകയും ചെയ്യുന്നു. അരാഗ്ചിയുടെ മറുപടി ഇത്രയധികം തരംഗമായത് അതുകൊണ്ടാണ്. അത് ലളിതവും എന്നാൽ മറുപടി പറയാൻ സാധിക്കാത്തതുമായിരുന്നു. പരമാധികാരം ഒരു രാജ്യത്തിന് പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനപ്പെട്ടതായിരിക്കണം. വ്യോമാതിർത്തി അമേരിക്കയ്ക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ ഇറാനും അത് അങ്ങനെ തന്നെ ആവണം. ഇറാന്റെ പരമാധികാരം ലംഘിച്ച് അമേരിക്കൻ യുദ്ധവിമാനം ആ രാജ്യത്തേക്ക് എന്തിനു കടന്നു കയറി? സ്വയം പ്രതിരോധം എന്നത് ശക്തരായ രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ. ഇത് ശരിക്കും അമേരിക്കയും ഇസ്രയേലും കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ഒരു യുദ്ധം തന്നെയായിരുന്നു. അത്യാധുനിക സൈനിക ശക്തിയും സാങ്കേതിക വിദ്യയും ഉണ്ടായിട്ടും ഇറാന് മുന്നിൽ ലക്ഷ്യം കാണാതെ ഇസ്രയേലിനും അമേരിക്കക്കും പിന്മാറേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും? അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ആധുനിക യുദ്ധ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ പരാജയങ്ങളിലൊന്നിനാണ്. ആധുനിക സാങ്കേതിക വിദ്യയും ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമസേനയും ഉണ്ടായിട്ടും ഇസ്രയേലിനും അവരുടെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കക്കും ഇറാന് മുന്നിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനാവാതെ പിന്മാറേണ്ടി വന്നത് ഒരു അപ്രതീക്ഷിത തിരിച്ചടി മാത്രമല്ല, നാണം കെട്ട ഒരു തോൽവി തന്നെയാണ്. ഈ തീരുമാനത്തിന് പിന്നിൽ കേവലം രാഷ്ട്രീയ കാരണങ്ങൾ മാത്രമല്ല, മറിച്ച് ഇസ്രയേലിനും അമേരിക്കക്കും മറികടക്കാനാവാത്ത ഇറാന്റെ ഭൂമിശാസ്ത്രപരവും സാങ്കേതികവുമായ ഒട്ടേറെ വെല്ലുവിളികളുമുണ്ട് ഇതിൽ. ഇസ്രയേലും ഇറാനും തമ്മിൽ 1500 മുതൽ 2000 കിലോമീറ്റർ വരെയുള്ള വ്യോമ ദൂരമുണ്ട്. അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി ഇതുതന്നെയാണ്. ഇസ്രായേലിന്റെ അഭിമാനമായ F-35, F-16 പോലുള്ള അത്യാധുനിക പോർ വിമാനങ്ങൾക്ക് ഇറാനിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ആവശ്യമായ വലിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിച്ച് അത്രയും ദൂരം പറക്കാൻ കഴിയില്ല. ആയുധങ്ങളുടെ ഭാരം കൂടുന്നതോടെ വിമാനങ്ങളുടെ ഇന്ധനക്ഷമത കുത്തനെ കുറയും. റഡാറുകളുടെ കണ്ണ് വെട്ടിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ നിലനിർത്തണമെങ്കിൽ അഡീഷണൽ ഇന്ധന ടാങ്കുകൾ ഘടിപ്പിക്കാൻ സാധിക്കില്ല. ശത്രു റഡാറുകളെ വെട്ടിക്കാൻ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നതും ഈ വിമാനങ്ങളുടെ ആക്രമണ പരിധി വലിയ തോതിൽ കുറച്ചു. ഇതോടെ ഇറാനിലെ ഉൾപ്രദേശങ്ങളിൽ കാര്യക്ഷമമായ ആക്രമണം നടത്തുക എന്നത് ഇസ്രായേലിന് അസാധ്യമായ കാര്യം തന്നെയായി. ദീർഘദൂര ആക്രമണങ്ങൾക്ക് മിഡ് എയർ റീഫെയിലിംഗ്, അതായത് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കൽ അത്യാവശ്യമാണെന്നിരിക്കെ ഇസ്രയേലിന്റെ പക്കലുണ്ടായിരുന്ന പഴയ ടാങ്കറുകൾ വലിയൊരു ബാധ്യതയായി മാറി എന്നാണ് റിപ്പോർട്ടുകൾ. വലിയ ശബ്ദമുണ്ടാക്കുന്നതും റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ കഴിവില്ലാത്തതുമായ ഈ 50 വർഷത്തോളം പഴക്കമുള്ള വിമാനങ്ങൾ ഇറാന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങൾക്ക് മുന്നിൽ എളുപ്പത്തിൽ ഇരയാകാൻ സാധ്യതയുള്ളവയായിരുന്നു. അതുകൊണ്ട് തന്നെ ശത്രു രാജ്യത്തിന്റെ വ്യോമാതിർത്തിക്ക് സമീപം വെച്ച് ഇതുപയോഗിച്ച് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നൽകുക എന്നത് ഇസ്രായേലി പൈലറ്റുമാർക്ക് ആത്മഹത്യാപരമായ ദൗത്യം തന്നെയായിരുന്നു. അമേരിക്കയിൽ നിന്നും അത്യാധുനിക ബോയിങ് KC-46 ടാങ്കർ വിമാനങ്ങൾ ഇസ്രായേലിന് ലഭിച്ചു തുടങ്ങിയെങ്കിലും അതിന് ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ സാധിച്ചില്ല. പുതിയ ടാങ്കറുകൾക്ക് റഡാർ സംവിധാനങ്ങളെയും ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനും ഒരേ സമയം പല വിമാനങ്ങൾക്ക് ഇന്ധനം നൽകാനും ശേഷിയുണ്ടായിരുന്നു. എന്നാൽ ഈ പരിമിതമായ വിമാനങ്ങളെ ഇറാന്റെ സുസജ്ജമായ മിസൈൽ പ്രതിരോധ നിരക്ക് മുന്നിൽ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല. എന്നാൽ വ്യോമതാവളങ്ങളിലെ ഹാങ്കറുകളിൽ വെച്ച് തന്നെ ഈ വിലപിടിപ്പുള്ള വിമാനങ്ങൾ ആക്രമിക്കപ്പെടുന്നതും ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കി. ദീർഘദൂര ആക്രമണ പദ്ധതികൾക്ക് ആവശ്യമായ കൃത്യമായ സാറ്റലൈറ്റ് റഡാർ വിവരങ്ങൾക്കും സിഗ്നൽ ഇന്റലിജൻസിനും ഇസ്രായേലിന്
പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരും. ഇറാനിൽ ഒരു സമ്പൂർണ്ണ ആക്രമണം നടത്താൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ നിരുപാധികമായ പിന്തുണ ആവശ്യമാണ്. എന്നാൽ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് ഇനിയും വലിച്ചിഴക്കപ്പെടാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറല്ല. ആക്രമണത്തിനിടെ പൈലറ്റുമാർ ശത്രു രാജ്യത്ത് കുടുങ്ങി അവരെ രക്ഷപ്പെടുത്താനുള്ള കമാൻഡോ ഓപ്പറേഷനുകൾ പോലും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. സാങ്കേതിക വിദ്യ എത്രയുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ഭൂമിശാസ്ത്ര പരിമിതികളും ലോജിസ്റ്റിക്കൽ വെല്ലുവിളികളും കാരണം ഇറാനെ സൈനികമായി പരാജയപ്പെടുത്തുക എന്നത് തങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തി വെക്കുമെന്ന് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ വലിയ തിരിച്ചറിവ് തന്നെയാണ് ഒടുവിൽ US ഇറാൻ വെടിനിർത്തലിലേക്ക് വഴി തുറന്നത്. ഇത് കേവലം ഒരു സമാധാന കരാർ എന്നതിലുപരി അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ സൈനികവും തന്ത്രപരവുമായ ഒരു പരാജയമായാണ് ലോകത്തുള്ള എല്ലാ പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നത്. ഈ വലിയ തിരിച്ചറിവ് തന്നെയാണ് ഒടുവിൽ US ഇറാൻ വെടിനിർത്തലിലേക്ക് വഴി തുറന്നത്. ഇത് കേവലം ഒരു സമാധാന കരാർ എന്നതിലുപരി അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ സൈനികവും തന്ത്രപരവുമായ ഒരു പരാജയമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളും അതിനെ നേരിടാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും എങ്ങനെയാണ് അത്യാധുനിക യുദ്ധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കുന്നത് എന്നതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇറാൻ അമേരിക്ക യുദ്ധം മാറിയിരിക്കുകയാണ്.